ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അന്നേരം ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം ഇന്നിപ്പോൾ രാവിലെ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം വീഡിയോ അപ്ലോഡിന് ഇടാനൊന്നും പറ്റിയില്ല. എന്താ വെച്ചാൽ ഭയങ്കര മഴയും കാറ്റും എന്ന് പറഞ്ഞാൽ മഴേനേക്കാൾ സ്ട്രോങ് കാറ്റായിരുന്നു കേട്ടോ. നമ്മളെ പ്ലാസ്റ്റിക്കെല്ലാം കീറി പഞ്ചറായി. അന്നേരം ഇന്നത്തെ ഉപ്മാവാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയത്. കുഞ്ഞാപ്പൂന് പനിയാണ്. അന്നേരം കുഞ്ഞാപ്പൂ ഭയങ്കര ഷാടിയൊക്കെ ആയിരുന്നു രാവിലെ. എന്നിട്ട് ഷാണ് ചോറാണ് കൊണ്ടുപോയി, കടി കൊണ്ടുപോയിട്ടില്ല കേട്ടോ. കടി ഉണ്ടാക്കിയ ഉപ്മാവൊന്നും മൂപ്പർക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ചോറ് കൊണ്ടുപോയി. റവേൻ്റെ ഉപ്മാവാണ്. റവയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായി. അന്നേരം ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയത്. തേങ്ങയൊന്നും അരച്ചിട്ടില്ല, താളിച്ചതാണ്. അന്നേരം മെഞ്ഞാന്ന് വൈകുന്നേരം വെച്ച ചക്കക്കുരു മാങ്ങേൻ്റെ കറി ഉണ്ടായിരുന്നു. അന്നേരം അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കേട്ടോ. റവേൻ്റെ ഉപ്മാവിനോട് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും രാവിലെ കടി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇത് എല്ലാവർക്കും പനി പിടിച്ച്, നമ്മളിവിടെ എല്ലാവർക്കും മാറി ഷാണിനായിരുന്നു ആദ്യം വന്നത് ജലദോഷവും പനി. അത് മാറി പൊന്നൂസിന് വന്ന്, പൊന്നൂസിന് മാറിയതിന് ശേഷം ചക്കരക്കും കുഞ്ഞാപ്പൂനും വന്ന്. എനിക്കിപ്പോൾ ചെറിയ തോതിൽ പനിക്കും പോലെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരാൾക്ക് വന്നാൽ മതിയല്ലോ, അന്നേരം എല്ലാവരും കൂടെ സൈഡാവും. കുഞ്ഞാപ്പൂ വെറുതെ ഷാടിയും പിടിക്കുന്നുണ്ട്. ഇത് കുടിക്കാൻ വെള്ളം വെച്ചതാണ് കേട്ടോ. രാമച്ചത്തിൻ്റെ വേരാണ് കേട്ടോ അതിലിട്ട് വെച്ചേക്കുന്നത്. നേരെ ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു വിധത്തിലാണ് കുഞ്ഞാപ്പൂനെ ലേശം തീറ്റിച്ചത് കേട്ടോ. തിന്നുന്നൊന്നുമില്ല. വയറ്റിലെന്തോ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ട് തോന്നുന്നു. അവർക്ക് ഐസ്ക്രീമൊക്കെ അധികം കഴിച്ച് കഴിഞ്ഞാൽ വേഗം ഗ്യാസിൻ്റെ പ്രശ്നം വരും. നേരെ കല്യാണത്തിൻ്റെ ടൈമിന് കുറേ ഐസ്ക്രീമും തണുത്ത വെള്ളമെല്ലാം കുറേ കുടിച്ച്, അതൊക്കെ കൊണ്ടാണ് തോന്നുന്നുണ്ട്. ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ. പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേണം അലക്കാനുണ്ട്. മുറ്റടിച്ചിട്ടില്ല. അങ്ങനെ കുറേ പണികളുണ്ട് ഇനിയും ബാലൻസ്. അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം. കുഞ്ഞാപ്പൂന് വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരവസ്ഥയായിരിക്കും. അവൾ ഷാടിയും കൊണ്ട് ഒന്നും നടക്കില്ല. വെള്ളമൊക്കെ കൊണ്ടുവരാനുണ്ട് കേട്ടോ. ഷാണ്ടൻ രാവിലെ കുറച്ച് കൊണ്ടുവച്ച്, മൂപ്പരിക്കും വയ്യ. അന്നേരം അങ്ങനെ ഞാൻ പറഞ്ഞ് അടുത്തോളം എന്നിട്ട് അങ്ങനെ അങ്ങ് പോകുന്ന കേട്ടോ. ഒരു മുറ്റം മുന്നൂസം മുമ്പശം അടിച്ചു വരുന്ന, അവൾക്ക് വയ്യാത്തതുകൊണ്ട് അവളും അടിച്ചു വാരിയിട്ടില്ല. അല്ലെങ്കിൽ മുമ്പശം മാത്രം അവൾ രാവിലെ എഴുന്നേറ്റ് അവൾ അടിച്ചു വാരിയിടും. അവൾക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും അടിച്ചു വരാൻ ഉണ്ടായിട്ടില്ല. ചെറിയ തോതിലുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം അടിച്ചു വരുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല. എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും. ഈ മഞ്ചാടി ഉള്ളതുകൊണ്ട് മഞ്ചാടീൻ്റെ ഇല ഇങ്ങനെ വീഴും. മഴയായി കഴിഞ്ഞാൽ അതിൻ്റെ ഇല വീണ് അടിച്ചു വരെ പോകില്ല കേട്ടോ, നിറച്ചുണ്ടാവും. അവിടെ സാരി തൂങ്ങുന്ന നമ്മളെ പൊന്നൂസിൻ്റെ അല്ല കുഞ്ഞാപ്പൂൻ്റെ ഗേറ്റാണ് കേട്ടോ. അത് ഇങ്ങോട്ടേക്ക് വലിച്ചു കെട്ടിയിട്ടാണ് സൈഡിൽ കല്ല്, അതൊക്കെ പെറുക്കി അവിടെ വെച്ചിട്ടാണ് അവളെ വീട്ടിലിരുത്തുക. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ മേലോട്ട് കയറിപ്പോകും. എല്ലാവരും വന്ന് പിടിച്ചുകൊണ്ട് പോകില്ലേ. നമ്മൾ അലക്കുന്നവിടെയും തീരെ വെള്ളമില്ല ഉണ്ടാകും. കാലിൻ്റെ പാദത്തിൻ്റെ അവിടം വരെ വെള്ളമുള്ളൂ കേട്ടോ. അങ്ങ് മേലെ വെള്ളം ഉണ്ടാകുന്ന ചൂട് കാരണം വെള്ളമെല്ലാം വറ്റി കണ്ടോ. ചെറിയ തോതിലായി പോയി. ഞാനൊന്ന് പുതപ്പ്, ചക്കരൻ്റെ വലിയ പുതപ്പാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് അലക്കാൻ വേണ്ടിയിട്ട് മുക്കി വെച്ചിട്ട് ഭയങ്കര പാടായിരുന്നു അലക്കാലം. വെള്ളത്തിൽ മുക്കുമ്പോൾ മണ്ണും കല്ലൊക്കെ കയറുക പുതപ്പിൽ. അങ്ങോട്ട് നീക്കിയിട്ടിട്ട് നടുവ് കൊണ്ടോട്ട് ഒരു വിധത്തിലൊന്ന് ഒലുമ്പിയെടുത്തത്. അലക്കാൻ കുറേ ഉണ്ടായിരുന്നു. അന്നേരം അതൊക്കെ ഒന്ന് അലക്കി എടുത്തിട്ട് കയറി പോകുമ്പോഴത്തേക്കും പൊന്നൂസ് ഇങ്ങനെ എല്ലായിടും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുഴ ഫുള്ളോളം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അലക്കാൻ പിന്നെ നമുക്ക് ഈ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്കറിയില്ല. ഈ വെള്ളമില്ലാത്തൊരവസ്ഥ ഞങ്ങൾ എപ്പോഴും പറയും. നമുക്കിങ്ങനെ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. അതുകൊണ്ട് അവിടെ നീർക്കാക്കി ഇരിക്കുന്നുണ്ട്. അന്നേരം അതിനെ നോക്കി വീഡിയോ എടുക്കുക. അത് അച്ഛനവിടെ ചോല അടിച്ചപ്പോൾ പക്ഷേ വിറകെല്ലാം കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇത് നമ്മളെ മുറ്റത്തെ മഞ്ചാടി മരത്തിലുള്ള കേട്ടോ. മഞ്ചാടി കുട്ടീൻ്റെ മുട്ട തിന്ന് പറയാം കണ്ടോ. മഞ്ചാടി കുഞ്ഞാപ്പൂ പൊന്നൂസും ചക്കരയൊക്കെ ഇന്നലെ പറിച്ചു. ഇന്നലെ വൈകുന്നേരത്തെ കാറ്റാണ് കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക്കെല്ലാം പറയാം. അതിന് റെക്കോർഡ് ചെയ്യുമ്പോൾ കുഞ്ഞാപ്പൂ ഉണ്ടായില്ലേ, അവൾ മുട്ടായിൻ്റെ കഥ പറയാം കേട്ടോ. രാവിലെ തൊട്ടേ മുട്ടായി വേണം എന്നിട്ട് വാശി പിടിച്ചിട്ട് പൊന്നൂസ് ലേശം വെള്ളം ഉരുക്കിയിട്ട് കോലുമുട്ടായി പോലെ ഉണ്ടാക്കി കൊടുത്താണ്. അതാണ് പറയുന്നത് കേട്ടോ. കാറ്റ് എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം കുട്ടികൾ വൈകുന്നേരം ഇപ്പോൾ കുഞ്ഞാപ്പൂൻ്റെ മരുന്ന് തീർന്നിട്ടുണ്ടായി. പങ്ങൾക്കൊക്കെ പനിക്കുമ്പോൾ ഉള്ളതുകൊണ്ട് പാരസിറ്റമോളും ഉണ്ടായില്ല. അത് മേടിക്കാൻ വേണ്ടി കടയിലൊക്കെ അങ്ങ് പോവുകയും ചെയ്തു. പെയ്യും മഴ. ഇതാട്ടോ കുഞ്ഞാപ്പൂൻ്റെ മുട്ടായിയാണ് കേട്ടോ. അത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയതായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അന്നേരം നമ്മളെ ഒരു മുട്ടായി ഇതാട്ടോ നല്ല രസമുണ്ടെന്നാണ് കുഞ്ഞാപ്പൂ പറയുന്നത്. അന്നേരം അവളൊക്കെ ഒരു പറ്റിക്കൽസുമായി. അതുകൊണ്ട് നമ്മൾ മുറ്റത്തെ പ്ലാസ്റ്റിക് മുഴുവൻ ഇന്നലത്തെ കാറ്റിന് പോയിട്ടോ. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ ഞായറാഴ്ച കെട്ടണം. ഫുള്ള് അടിച്ച് പഞ്ചറായിപ്പോയി. അന്നേരം നമ്മളെ വീഡിയോ ഇടക്കുന്തളക്കൊക്കെ വരുന്നുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ഇനി സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോക്ക് വാച്ച് ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ.